ഇന്ന് യൂണിവേഴ്സ് നമ്മൾക്ക് എന്താണ് പറഞ്ഞത്, യൂണിവേഴ്സിന്റെ എനർജി എന്താണ് എന്ന് നമുക്ക് ഒരു 6 കാർഡ് സ്പ്രെഡ് എടുത്ത് നോക്കാം. ആറ് കാർഡ്സിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമ്മളോട് എനർജി ആയിട്ട് പറയുന്നതെന്ന് നോക്കാം. മൂന്ന് മേജർ ആർക്കാന കാർഡുകളും 2 സോഴ്സ് കാർഡും ഒരു വാൺസ് കാർഡും വന്നു. ഇതിലൂടെ ഏഞ്ചൽസ് എന്താണ് പറഞ്ഞു തരുന്നത്, യൂണിവേഴ്സ് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാർഡ് ഈ എന്ത് കാര്യമായാലും ആ കാര്യത്തെ വ്യക്തമായി ശക്തിയായി ഈ വ്യക്തി പിടിച്ചിരിപ്പുണ്ട് എന്ന് അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് അത് കിട്ടണേ എന്നുള്ള ഒരു ആശയോട് കൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കിങ് ഓഫ് വാൺസിന്റെ എനർജി. വ്യക്തിക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ല, നിങ്ങളിലേക്ക് വന്നെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും പക്ഷെ ആ വ്യക്തി ഇത് തന്നെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാൺസിനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ആദ്യത്തെ കാർഡിലൂടെ നമ്മൾക്ക് കാണിക്കുന്നത്. രണ്ടാമത്തെ ദി വേൾഡ് കാർഡാണ്. ഇത് നോ കോൺടാക്റ്റിലുള്ള വ്യക്തിയായിരിക്കും ഈ വ്യക്തി എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിൽക്കുന്ന ഒരു എനർജി. ചിലപ്പോൾ തിങ്കിങ് കൊണ്ടായിരിക്കും ആ വ്യക്തി സ്വന്തമായിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് ഇനി അങ്ങോട്ട് പോയി സഹകരിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ദി വേൾഡ് കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആ വ്യക്തി വിചാരിച്ച് തന്നെ സ്വന്തമായിട്ടുള്ള ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ച് വെളിയിൽ വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാർഡ് 3 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് 3 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കാർഡാണ്. നമ്മുടെ സ്പ്രെഡിൽ വന്ന ഇത് നെഗറ്റീവ് കാർഡാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഹൃദയത്തിൽ 3 വാള് കുത്തിത്തറച്ച വേദനയുമായി ഇരിക്കുന്ന ഒരാളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇതിലൂടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ആ വ്യക്തിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഒരു ആക്ഷനും എടുക്കാൻ സാധ്യമല്ല, മനസ്സുകൊണ്ട് വിഷമിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പം ഒരു ദൈവിക ഇടപെടൽ ഈ ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് ആ വ്യക്തി ആശിക്കുന്നുണ്ട്. അപ്പം ആ വ്യക്തി ആ മനോവേദന കൊണ്ട് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണെന്നാണ് മൂന്നാമത്തെ കാർഡ് 3 ഓഫ് സോർഡ്സ് പറയുന്നത്. നാലാമത്തെ കാർഡ് ദി ചാരിയറ്റ് എന്നാണ്. ഈ രണ്ട് തരത്തിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളാകും. ഈ 2 സാഹചര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ദി ചാരിയറ്റ് എന്ന കാർഡിലൂടെ നമുക്ക് കാണിച്ചിരുന്നത്. ഈ 2 സാഹചര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആ വ്യക്തി ആശിക്കുന്നത്. ഒരു സാഹചര്യത്തെ വിറ്റ് കളഞ്ഞാൽ നല്ലതല്ല, അതുകൊണ്ട് 2 സാഹചര്യങ്ങളും സൈമൾട്ടേനിയസ്ലി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഡെത്ത് കാർഡിലൂടെ അങ്ങനെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് ദി എംപറർ എന്നാണ്. അതിലൂടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് എന്നാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ കുറേയധികം ചിന്തകളും സ്നേഹവും എല്ലാം ഉണ്ട്, പക്ഷെ പുറത്തോട്ടൊന്നും കാണിക്കുന്നില്ല. ഈ വ്യക്തി കൂടുതൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പ്രപഞ്ചം യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊന്നും ഒരു വികാരങ്ങളും കാണിക്കുന്നില്ല, എല്ലാം ഉള്ളിലൊതുക്കി പുറമെ എനിക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ്. ചില മനുഷ്യർ കണ്ടിട്ടില്ലേ, കല്ല് മാതിരി ഇരിക്കുന്ന മനുഷ്യർ, അതുപോലെ ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ആണുങ്ങളിൽ അതേപോലെയൊക്കെയുണ്ട്, സ്ത്രീകളും അതുപോലെ ഉള്ളവരുണ്ട്. അപ്പൊ എംപറർ എനർജിയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ചിലപ്പോൾ ഒരു ചെറിയ പിണക്കത്തിൽ പോയാൽ പോലും അങ്ങേർക്ക് മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും ആ ഈഗോ കട്ടാവും എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തിരിച്ചു വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു ടൈപ്പ് ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 4 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. 4 ഓഫ് സോർഡ്സ് പറയുന്നത് ആ വ്യക്തി ഹെൽത്ത് പ്രോബ്ലം കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ റെസ്റ്റ് അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. ഇത് റെസ്റ്റിംഗ് എനർജിയുടെ കാറാണ്. ആ റെസ്റ്റിൽ കിടന്നുകൊണ്ടും അങ്ങേ നിങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ദൈവത്തോടും ഏഞ്ചൽസിനോടും ഒക്കെ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വ്യക്തിയെ എനിക്ക് കിട്ടണമേ എന്ന്. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഹെൽത്തിന് സുഖമില്ലാതെ കിടക്കുന്ന വ്യക്തികൾ ആരോ
ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങളെ കിട്ടണേ എന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ റീഡിംഗ് കാണുന്ന ആൾക്കാർക്ക് ആർക്കെല്ലാം റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി ബെഡിൽ കിടക്കുകയാണ്, ചെയ്യുകയാണ് എന്നാണ് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഈ ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് പഴയതുപോലെ തിരിച്ചു വരുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് ഈ സ്പ്രെഡാണ് യൂണിവേഴ്സ് എനർജിയായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടമായി വരുന്നു. എല്ലാം ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.